അപ്പോൾ നമ്മളെ റിഷാനന്റെ ബ്ലോഗാണ്, ഫസ്റ്റ് ബ്ലോഗാണ് നമ്മളെ കൂടത്തായി പാലം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. റിഷാന ബ്ലോഗിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തൊട്ടടുത്തുള്ള കൂടത്തായി തൂക്കുപാലത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ റിയാസ്കാക്ക പറഞ്ഞ യൂട്യൂബ് ചാനൽ തരണമെങ്കിൽ ഇനിയൊരു വ്ലോഗ് ചെയ്ത് കാണിക്കണമെന്ന്. അപ്പം തന്നെ റിയാസ്കാക്കനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, തൂക്കുപാലത്തിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഫസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ ഇവള് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു തൂക്കുപാലത്തിൻ്റെ അടുത്ത് പോവാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. ഏതായാലും നമുക്ക് കാണാം, ലാസ്റ്റ് കാണാം. ഓക്കെ. കാരണം ഈ പ്രളയം വന്നതുകൊണ്ട് തന്നെ പലതും ഒഴുകി വന്ന് പുഴക്കാകെ കേട് വന്നിട്ടുണ്ട്. നല്ല വെള്ളമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം 2 വർഷമായിട്ടുള്ളൂ വന്നിട്ട്. പിന്നെ കഴിഞ്ഞ ഒരു പ്രളയത്തിൽ ഏകദേശം ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒന്നല്ല, ഇവിടെ എത്രയോ ഷൂട്ടുകൾ നടന്ന ഒരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊക്കെ ഗ്രൗണ്ടാണിത്, കൂടത്തായി ഗ്രൗണ്ടാണിത്. സ്റ്റേഡിയാക്കാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്, പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ സ്കൂള് നമ്മൾ പഠിച്ച 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് ആസാദ് സ്കൂള്. കൂടത്തായി എന്ന് പറഞ്ഞ സ്കൂളാണ് നേരെ അവിടെ കാണുന്നത്, ആ ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഉച്ച ടൈമിനൊക്കെ ചോറുന്ന് കഴിഞ്ഞാൽ നേരെ ചോറുന്നാനൊക്കെ നമ്മൾ ഈ ഗ്രൗണ്ടിലേക്കാണ് വരാറ്. ചോറുന്ന് പിന്നെ അവിടുന്ന് കുറച്ച് കളിച്ചൊക്കെയാണ് നമ്മൾ സാധാരണ പോവാറ്. ഇപ്പോൾ ഒരുപാട് കാലമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പോൾ കളി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരം ഇല്ല, അതാണ് വിഷയം. അപ്പോൾ അങ്ങനത്തെ ഒരു അറിയപ്പെട്ട ഒരു പുഴയാണിത്. ഈ പുഴ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയനാടിൻ്റെ അടിവാര ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പുഴയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പുഴയെക്കുറിച്ച് പറയാൻ. അവിടെ ഒരു ഗ്രൗണ്ട് ഇപ്പോൾ പുതിയ വന്നിട്ടുണ്ട്. അവിടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്, വീട്. അപ്പോൾ ഇതിങ്ങനെ പോവും. വൈസു ഡാൻസ് കളിക്ക്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പാലല്ല, അന്ന് തോണിയായിരുന്നു അക്കരയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെയാണ് കൂടത്തായിന്ന് ഇക്കര. നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അമ്പലമുക്ക്, അതുപോലെ തന്നെ അണ്ടോണ, അങ്ങനെ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റിയ ഒരു പാലം കൂടിയാണ് ഈ ഒരു പാലം. ബൈസോ ബാ. വയസ്സ് കുഴങ്ങിയോ വയസ്സു? വയസ്സ് കുഴങ്ങിയോ?
ആരാ വിളിക്കുന്നേ? ആരാ വിളിക്കുന്നേ? വരിയെന്ന് പറയും. ഐസുവിന് പേടിയുണ്ട്. ഐസു ഓരോ സ്റ്റെപ്പ് എടുത്തിട്ട് പോണേ. എന്താ ചൂടുണ്ടോ? എൻ്റെ മോക്ക് ചൂടുണ്ടോ? എൻ്റെ മോളെ ഷൂ എന്താക്കി? ഡേയ് വാ വാ. എൻ്റെ ബൈസുവിന് പേടിയാവുന്നുണ്ടോ? എൻ്റെ റുക്കുമോക്ക് പേടിയാവുന്നുണ്ടോ? പേടിക്കണ്ട, നടന്നു പോര്. നല്ലോണം നടന്നോ മോള്, പേടിക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് പോവാ, ഇമ്മച്ചിന്റെ അടുത്തേക്ക് പോണ്ട. പോവാൻ കഴിയൂല. നിക്ക് ഇപ്പച്ചി കൊണ്ടുപോവാ. വൈസു ചാടാൻ പോവാണേ. വൈസു ചൂടുണ്ടോ? വിളി. ചാടാൻ റെഡി എന്നട്ടോ, വെള്ളം കുടിക്കും വീണാല്. ഊരണ്ട. വന്നിപ്പച്ചി. ആ അതെ. കിടന്നിട്ട് തലയിൽ വെള്ളാക്കരുത്. മതി.
തലയിലൊക്കെ വെള്ളം തന്നെ എന്തോണ്ട തോർത്തുക. ഞാൻ ഫുള്ള് നഞ്ഞ് പറ്റി നഞ്ഞ് നോക്ക്. പറ്റി ഫുള്ള് നഞ്ഞില്ലേ. അല്ലാ നമ്മൾ വെള്ളം കുടിക്കും വെള്ളം കുടിക്കും വെള്ളം കുടിക്കും. മതി മതി പോവാ. വേണ്ട വേണ്ട മതി മതി. എൻ്റെ മോൾ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കൂ. ഞാൻ കളിക്കല്ലാണ്. നല്ലോണം നിന്നോ നല്ലോണം നിന്നോ കളിക്ക. ആ നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പുറത്ത് ചാടാം. ഇവിടെ വെള്ളം ഒരുപാട് വെള്ളം ഉണ്ട്. അപ്പുറത്ത് ചാടാം. കണ്ടോ മീൻ കണ്ടോ കണ്ടോ കണ്ടോ. പൈസ പോവാ. എന്താണ് ഒന്നുമില്ല. പാലം കാണാൻ വേണ്ടി ഇങ്ങനെ ഒന്നായിരുന്നു. ഒക്കെ അതിലുള്ളപ്പോൾ ചാടാൻ കഴിയുന്നില്ല. വൈസോനെ കൊണ്ടുപോയാൽ എനിക്ക് എന്റെ പൂതി മാറി. അല്ലേ ഇത് ഇവിടുന്ന് കയറാനുള്ള പ്ലാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ നല്ല എടുത്ത് കൊണ്ടുപോകാം. പോവാ. മതി 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 മതി. ഇനിയും വേണം പോലെ ഇനിയും വേണം പോലെ. മതി വാ. പോവാ മുകളിലെ പുഴയിൽ പോവാ. അപ്പൊ ഞങ്ങൾ ഇനി മുകളിലെ പുഴയിലേക്ക് പോവാണ്. പുരയിലേക്ക് ഒരു ഇതായി. ഞാൻ ഫുള്ള് വയസ്സ് കുളിച്ച് പുറേ പോയി. നാളെ വരണം കേട്ടോ. എന്നാല് പാവം തോന്നുന്നു. ഇനി നമുക്ക് നാളെ വരട്ടോ. അമ്പത്തി നാളെ വരാം. അതെ നാളെ എന്തായാലും വരും കേട്ടോ. അമ്പത്തി നാളെ നമുക്ക് ഇവിടെ വന്നിട്ട് ചാടിയിട്ട് മറിഞ്ഞിട്ട് കുളിക്കണം കേട്ടോ. അമ്പത്തി നല്ല മോളെ. അതെ അടിപൊളിയല്ലേ? ഓക്കേ ഓക്കേ ഓക്കേ.